േക്കാൾ സ്വാലിഹാണ്. എല്ലാവരും അവനവന്റെ വാപ്പാനെ പറ്റിയിട്ടൊന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പറ്റുമെങ്കിൽ വല്ലിപ്പാനെ പറ്റുമെന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മളെക്കാളും സ്വാലിഹിക്കാരം. നമ്മളെ വലിയ വല്ലിപ്പ വെള്ളിയാഴ്ച 3 അൽക്കഫ് ഓതാത്ത കാലം കഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരൽക്കഫ് തുടങ്ങുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, പൂർത്തിയാകണില്ല. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അൽക്കഫ് തുടങ്ങിയിട്ടല്ലോ എന്ന് ആലോചിച്ചോക്കാണ്. ചെന്നൈക്കിനെയാണ് ചെന്നുങ്ങാണ്ട് ഏടെടുത്തുങ്ങാണ്ട് അല്ലെ മൊബൈലിൽ നോക്കിങ്ങാണ്ട്. മൊബൈൽ നോക്കണേന് കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് ഏട് കിട്ടാത്തുമ്പോഴൊക്കെ നോക്കുക എന്നല്ലാതെ എപ്പോഴും അതന്നെ നോക്കലാക്കരുത്. ഒരു ഹുർമത്ത് കുറവ് എന്തോള്ള മാതിരി തോന്നുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ തന്നെ മൊബൈലിൽ നോക്കും പോലെ നോക്കരുത്, ഏടിൽ നോക്കും പോലെ നോക്കണം. അതെങ്ങനെ? ഏടിൽ നോക്കും പോലെ നോക്കുക പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അയിമക്കിനെ നോക്കിയാൽ ഒരു ഏടുക്ക് നോക്കണ ഒരു ഉഷാർ കിട്ടും. ഇങ്ങനെ നോക്കിയാൽ ഇപ്പൊ എന്താ നോക്കണെന്നൊരു പിടുത്തം കിട്ടില്ല. അങ്ങനെ നോക്കരുത്, അതൊരു ഹുർമത്ത് കുറവാണ്. സംഗതി യാസീനോ തന്നെ ഇക്കാരം, പക്ഷെ യാസീന്റെ മറവിൽ പലതും ഓതാലോ. അപ്പൊ അതെങ്ങനെ വേണം? അതിങ്ങനെ ഓണാക്കി ഇങ്ങനെ വെച്ചിട്ട് ഒരു ഏട് നോക്കും പോലത്തെ ഒരു നോട്ടം ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പിടിച്ചിട്ട് അവനയക്ക് ഓതാൻ തന്നെയാണ് ഈ നോക്കണെന്ന് കാണുന്നവർക്ക് തോന്നണം. ആ തരത്തിൽ ഹുർമത്ത് കളയരുത്. ഏടുണ്ടെങ്കിൽ ഏടന്നെയാണ് ഏറ്റവും നല്ലത്. കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ആ ഏട് സാക്ഷിയായി നാളെ വരും. സാക്ഷികളെ തേച്ചാ തയ്യാത്തൊരു ദിവസമുണ്ട്, അതിനാണ് യൗമുൽ ഖിയാമ എന്ന് നമ്മൾ പറയണത്. സാക്ഷി തേച്ചാ തയ്യില്ല അന്ന്. എവിടെ ചെന്നാലും ഒരു 2 റക്അത്ത് നിസ്കരിച്ചിരുന്ന മുൻഗാമികളായ ആളുകൾ എന്തേ ഒരു പെരെ ചെന്നാല് ഒതുണ്ടാക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. ആ പെര നാളെ ഖിയാമത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും. തസ്ബീഹ് മാലയുടെ രഹസ്യതാണല്ലോ തസ്ബീഹ് മാല. എന്തിനാ തസ്ബീഹ് മാല? തസ്ബീഹ് മാല നാളെ ഖിയാമത്തിൽ സാക്ഷിയായിട്ട് വരും. നന്മക്ക് സാക്ഷിയുള്ളത് പോലെ തിന്മക്കും സാക്ഷിയുണ്ട്. നമ്മൾ എന്തേലും ഒരു കുരുത്തക്കടി ചെയ്യാൻ വേണ്ടി വിചാരിച്ചു, ആരും കാണരുത് എന്ന് കരുതിങ്ങാണ്ട് റൂമൊക്കെ കയറിയിട്ട് വാതില് കുറ്റിയിട്ടാല് നമ്മളാ ഇടണ കുറ്റിണ്ടല്ലോ, ആ ടവർ ബോൾട്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്കെതിരെ സാക്ഷി പറയും. ടവർ ബോൾട്ടൊക്കെ ഇട്ട് കുറ്റൊക്കെ ഇട്ടതിന്റെ ശേഷം ഇനി ആരും കാണണ്ടെന്ന് കരുതിങ്ങാണ്ട് ലൈറ്റ് ഓഫ് ആക്കിയാല് നമ്മൾ ഓഫ് ആക്കണ ആ സ്വിച്ച് ഉണ്ടല്ലോ, ആ സ്വിച്ച് നാളെ ഖിയാമത്തിൽ നമുക്കെതിരെ സാക്ഷി പറയും. അപ്പൊ നന്മയുടെ സാക്ഷികൾ തേച്ചാ തയ്യാത്തൊരു ദിവസമുണ്ട്, അതിനാണ് യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്. ഈ മൈക്ക നമുക്ക് സാക്ഷി പറയുന്ന ഒരു കാലം വരും. ഈ ക്യാമറ നമുക്ക് സാക്ഷി പറയുന്ന ഒരു കാലം വരും. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി നമുക്ക് സാക്ഷി പറയുന്ന ഒരു കാലം വരും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ ഫഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബ